നമസ്കാരം സുഹൃത്തുക്കളെ. സമാധാനപരമായ ഒരു ആഘോഷം എങ്ങനെയാണ് നിമിഷ നേരം കൊണ്ട് ചോരക്കളമായി മാറിയത്? 2025 ഡിസംബർ 14 സിഡ്നിയിലെ ബോണ്ടി ബീച്ചിനെ നടുക്കിയ ആ ഞായറാഴ്ച. ആ സായാഹ്നത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഹനൂക്ക ആഘോഷങ്ങൾക്കിടയിൽ നടന്ന വെടിവെപ്പും അതിനിടയിൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തി അനേകം മനുഷ്യരെ രക്ഷപ്പെടുത്തിയ ഒരു മനുഷ്യൻ്റെ കഥയും നമുക്ക് ഒന്ന് ചിന്തിക്കാം. സമയം വൈകുന്നേരം 6:45. കടൽ തീരത്തെ ഹനൂക്ക എന്ന ജൂതമത ആഘോഷത്തിനായി 1000-ലധികം പേരാണ് ബോണ്ടി പാർക്കിന് സമീപം ഒത്തുകൂടിയിരിക്കുന്നത്. കുട്ടികളും കുടുംബങ്ങളും അടങ്ങുന്ന ആ വലിയ ജനക്കൂട്ടം വളരെ സന്തോഷത്തിലായിരുന്നു. എന്നാൽ 6:47 എല്ലാം മാറി മറിഞ്ഞു. സാജിദ് അക്രം, നവീദ് അക്രം എന്നീ 2 അക്രമകാരികൾ ഒരു കാൽനട മേൽപ്പാലത്തിൻ്റെ മുകളിൽ നിലയുറപ്പിച്ചിരുന്നു. ആൾക്കൂട്ടത്തെ വ്യക്തമായി കാണാൻ കഴിയുന്ന ആ സ്ഥലത്ത് നിന്ന് അവർ താഴേക്ക് വെടിയുതിർക്കാൻ തുടങ്ങി. ആദ്യം അതൊരു പടക്കമാണെന്ന് പലരും കരുതിയത്. എന്നാൽ ആളുകൾ വെടിയേറ്റ് വീഴാൻ തുടങ്ങിയതോടെ അതൊരു കൂട്ടക്കൊലയാണെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു. തിക്കിലും തിരക്കിലും പെട്ട് പലർക്കും പരിക്കേറ്റു. നിലവിളികളാൽ ആ പ്രദേശം മുഖരിതമായി. പക്ഷേ ആ ഭീകരതയ്ക്കിടയിലും മനുഷ്യത്വം മരിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്ന ഒരു സംഭവം അവിടെ നടന്നു. അഹമ്മദ് അൽ അഹമ്മദ് എന്ന 43-കാരൻ അക്രമികൾ വെടിയുതിർക്കുമ്പോൾ ഓടി രക്ഷപ്പെടുന്നതിന് പകരം അദ്ദേഹം ചെയ്തത് അവിശ്വസനീയമായ ഒരു കാര്യമാണ്. ഒരു കാറിൻ്റെ മറവിൽ നിന്നുകൊണ്ട് വെടിയുതിർക്കുന്ന സാജിദ് അക്രമിനെ അദ്ദേഹം നിരീക്ഷിച്ച് തക്ക സമയത്ത് സ്വന്തം ജീവൻ പോലും നോക്കാതെ അയാൾ സാജിദിന് നേരെ പാഞ്ഞെടുത്തു. പിന്നിലൂടെ ചെന്ന് ആ സാജിദിനെ വട്ടം പിടിച്ച് താഴെയിട്ടു. തോക്ക് കയ്യിലാക്കി ആ അക്രമിയെ പ്രതിരോധത്തിലാക്കി. ഇതിനിടയിൽ 2ാമത്തെ അക്രമി അഹമ്മദിന് നേരെ വെടിയുതിർത്തു. അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ധീരമായ ഇടപെടലാണ് ആ മരണസംഖ്യ ഇത്രയെങ്കിലും കുറയ്ക്കുവാനായിട്ട് സാധിച്ചത്. നൽകിയ ആ വിലപ്പെട്ട സമയം പോലീസിന് സഹായമായി. മിനിറ്റുകൾക്കകം കുതിച്ചെത്തിയപ്പോഴും മകൻ നവീദിനെ പിടികൂടുകയും ചെയ്തു. അവരുടെ കാറിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയിരുന്നു. വെടിവെപ്പിന് ശേഷം ഒരു വലിയ സ്ഫോടനമായിരുന്നു അവരുടെ ലക്ഷ്യം. അതും തലനാരിഴയ്ക്കാണ് ഒഴിവായത്. എങ്കിലും ആ സായാഹ്നത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് 15 നിരപരാധികളെയാണ്. അതിൽ 5 കുട്ടികളുടെ പിതാവായ റബി ഏലി ഷ്ലാങ്കറും വെറും 10 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയും ഉൾപ്പെടുന്നു. 40ഓളം പേർക്കാണ് പരിക്കേറ്റത്. അത് ഭയാനകമായ ഒരു ദിവസമായിരുന്നു ഓസ്ട്രേലിയയിൽ. സുഹൃത്തുക്കളെ, ഇതൊരു മതപരമായ ആഘോഷത്തിന് നേരെ നടന്ന അക്രമമായിരുന്നു. പക്ഷേ അവിടെ രക്ഷകനായി എത്തിയത് മറ്റൊരു മതവിശ്വാസിയായിരുന്നു. വിദ്വേഷം വിതയ്ക്കാൻ വന്നവർക്ക് മുന്നിൽ ഐക്യത്തിൻ്റെ പ്രതീകമായി അഹമ്മദ് മാറി. ആ ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. ഭീകരതയ്ക്ക് മുൻപിൽ മനുഷ്യത്വം എന്നും വിജയിക്കും. നമസ്കാരം. താങ്ക് യു.